BJP നേതാവ് ശ്രീ അഖിൽ കൂടിയുണ്ട്. ശ്രീ അഖിൽ രവീന്ദ്രൻ, ഇവിടെ ഇതാ ഈ 977 പേരുടെ പട്ടിക എന്ന വാർത്ത പുറത്തു വരുമ്പോഴടക്കം ചിലർക്ക് സംശയമുണ്ടാകുന്നുണ്ട്. ഇത്രയധികം ആളുകളുടെ ഒരു പട്ടികയാണോ തയ്യാറാക്കിയിട്ടുള്ളത് എന്നത്. പക്ഷേ ഈ വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നത് തന്നെ ശ്രീനിവാസൻ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ശ്രീനിവാസൻ എന്നൊരാൾ അങ്ങനെ മലയാളികൾക്ക് അത്രമേൽ സുപരിചിതനാകുന്ന ഒരു നേതാവായിരുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു നിരയെ കൂടി ഇല്ലാതാക്കേണ്ടതുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായി. ആ കൊലപാതകം എങ്ങനെയാണ് നിർവഹിക്കപ്പെട്ടത് എന്ന് എല്ലാവർക്കും അറിയാം. അത്രമേൽ അറിവുള്ള, അതായത് ഒരു കൊലപാതകം എങ്ങനെ നടത്തണമെന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ, പരിശീലനം ലഭിച്ചവർ നടത്തുന്നത് പോലെയുള്ള ഒരു കൊലപാതകമെന്ന് തെളിഞ്ഞതാണ്. ഒരുപക്ഷെ ഇതുപോലെ കൊല ചെയ്യപ്പെടേണ്ടിയിരുന്ന നിരവധി പേർ ഉണ്ടായിരുന്നു. ആ നിരോധനത്തോടുകൂടി, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടുകൂടി അത്തരം പലരും രക്ഷപ്പെട്ടു എന്നാണോ ഇപ്പോൾ കണക്കാക്കേണ്ടത്? ഇവിടെ ഈ ലിസ്റ്റിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനും വലിയ ആശങ്കകളൊന്നുമില്ല. ഞങ്ങള് ഇത്തരത്തിലുള്ള ലിസ്റ്റുകളും ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങളും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, ഇവിടെ ശ്രീനിവാസനെ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ സൂചിപ്പിച്ചു, ഒരു പ്രധാന നേതാവല്ല, സാധാരണ ഒരു പ്രവർത്തകനാണ്. പക്ഷെ പാലക്കാടെ സംബന്ധിച്ചിടത്തോളം ശ്രീനിവാസൻ ആ പാലക്കാട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെയും ക്ഷേത്ര പ്രവർത്തനങ്ങളിലും എത്രത്തോളം സജീവമായിരുന്നു എന്നുള്ളത് അവർക്കും അറിയാം, പൊതുസമൂഹത്തിനും അറിയാം. അപ്പോൾ ആ പ്രദേശത്ത് അത്തരത്തിലുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. ഇപ്പൊ PFIയെ നിരോധിച്ചത് കൊണ്ട് ഇത് പൂർണ്ണമായി അവസാനിച്ചു എന്ന് കേന്ദ്ര സർക്കാരോ NIAയോ ഞങ്ങൾ ആരും തന്നെ വിശ്വസിക്കുന്നില്ല. അതിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ എല്ലാം സഹായിക്കുന്നത് നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ മറന്നുകൂടാത്ത ഒരു കാര്യമുണ്ട്. ഈ തീവ്രവാദ സംഘടനകളെ, ഈ വിഘടനവാദ സംഘടനകളെ സഹായിക്കുന്നത് ആരാണ്? ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ CPM-ഉം കോൺഗ്രസുമാണ് ഇവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്ന TJ ജോസഫ് സാറിന്റെ അവസ്ഥ. അദ്ദേഹത്തിന്റെ കൈവെട്ടിയ സമയത്ത് അത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ പ്രാകൃത കോടതി ഈ കേരളത്തിലുണ്ട്, താലിബാനിസം ഈ കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ CPM-ന്റെ നേതാവ് പറഞ്ഞത് എന്താണ്? അത്തരത്തിലുള്ള വാർത്ത ഞങ്ങളുടെ മുമ്പിൽ ഇല്ല, അങ്ങനെ ഒരു അറിവില്ല എന്നാണ് പറഞ്ഞത്. അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിഘടനവാദ പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ അതിന് സഹായങ്ങൾ നൽകുന്ന, അല്ലെങ്കിൽ അവരെ വെള്ളപൂശുന്ന നിലപാടാണ് ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വാഗമൺ കേന്ദ്രീകരിച്ച് നിരവധിയായിട്ടുള്ള ആയുധ പരിശീലനങ്ങൾ നടന്നു. ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് ആയുധ പരിശീലനം നടന്നു. കോട്ടയം ജില്ലയിലും പാലക്കാടും ആലപ്പുഴയും തിരുവനന്തപുരത്തും ഒക്കെ ഈ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും മറ്റ് വിഘടനവാദ പ്രവർത്തക സംഘടനകളുടെയൊക്കെ നിരവധിയായിട്ടുള്ള ആയുധ പരിശീലനങ്ങളും അത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ്. ഇപ്പൊ NIA കൊടുത്ത ഈ അഫിഡവിറ്റിന്റെ പേരിലാണെന്നോ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. വളരെ അഭിനന്ദനം തോന്നുന്നു ന്യൂസ് 8-നോട് ഇത്തരത്തിലുള്ള ചർച്ച നിങ്ങൾ മുന്നോട്ട് വെച്ചത്. പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇത് NIA കൊടുത്ത കേന്ദ്ര സർക്കാർ കൊടുത്ത അഫിഡവിറ്റിന്റെ മുകളിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എന്താണ് ചെയ്യുന്നത്? കേരളം ഭരിക്കുന്നത് CPM ആണ്, കേരളം ഭരിക്കുന്നത് LDF ആണ്, കേരളം ഭരിച്ചിട്ടുള്ളത് UDF-ഉം കോൺഗ്രസുമാണ്. ഇവർ രണ്ടു കൂട്ടരും ഈ വക SDPയെയും PFIയെ പോലെയുള്ള തീവ്രവാദ സംഘടനകളെ എല്ലാ തരത്തിലും സഹായിക്കുന്ന നിലപാടാണ്. നമ്മുടെ തൊട്ടടുത്ത ദിവസം നടന്ന നിലമ്പൂർ ഇലക്ഷൻ നമ്മൾ കണ്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള അതിതീവ്രവാദ സംഘടന, മതരാഷ്ട്രം ഉണ്ടാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു സംഘടന, ആ സംഘടനയുടെ വോട്ട് പിടിച്ചുകൊണ്ട് ഏറ്റവും ജനാധിപത്യത്തിൽ ഇതുപോലെ കളങ്കം വരുത്തുന്ന ഒരു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലേ? PDPയെ, മദനിയുടെ PDPയെ കൂട്ടിക്കൊണ്ട് CPM നടത്തിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടില്ലേ? അപ്പൊ നമുക്കറിയാം, ഇന്ന് കേരളത്തില് വോട്ട് നേടുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭരണം നിലനിർത്തുവാൻ വേണ്ടി, കേവലം വിജയത്തിന് വേണ്ടിയിട്ട് സമൂഹത്തെ ഇത്തരത്തിൽ വിഘടിപ്പിക്കുന്ന, സമൂഹത്തിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ സഹായിക്കുന്ന നിലപാടെടുക്കുന്ന CPM-ഉം കോൺഗ്രസും പൊതുസമൂഹത്തിനോട് മാപ്പ് പറയേണ്ട സാഹചര്യമാണ് വരുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. കേരളത്തിലെ കണ്ണൂര് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വിഷയമാണ്. എന്താണ്? വിചാരണ ചെയ്യപ്പെട്ടതിന്റെ പേരിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, അല്ലെ? ഈ കേരളത്തിലാണ്
മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ്, ധർമ്മടത്താണ് നടക്കുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്? എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടെങ്കിലും അതിനെ പ്രതിഷേധിക്കാൻ CPM-ന്റെ നേതാക്കന്മാർ വന്നോ? കോൺഗ്രസിന്റെ നേതാക്കന്മാർ വന്നോ? അപ്പോ അവർക്ക് നിലവിലെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മത തീവ്രവാദ സംഘടനകളുടെ സഹായം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഏത് നിറുകെട്ട രാഷ്ട്രീയവും കളിക്കും. ഇതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് അവർ ഇപ്പോൾ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. DFI-യെ നിരോധിച്ചു, NDF-നെ നിരോധിച്ചു, സിമിയെ നിരോധിച്ചു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി വേരറക്കുന്ന നടപടിയുമായി കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകും. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടല്ല. ഈ ലിസ്റ്റുകൾ കൊണ്ടൊന്നും ഭയപ്പെടുന്ന ആളുകളല്ല ഞങ്ങൾ. ആ ലിസ്റ്റുകളിൽ എല്ലാ ആളുകളും വന്നോട്ടെ. ഏതായാലും ഒരു കോൺഗ്രസ് നേതാവും CPM നേതാവും അതില്ല എന്നതുകൊണ്ട് ആ നിലപാട് അവർ തീർച്ചയായിട്ടും മുന്നോട്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് ശ്രീ ജോർജ്